ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ സെക്കൻഡ് ടൈം എക്സാമിന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. 2024-25 നമ്മളെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണ്ടേ? ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നെയിമും ഇൻസ്ട്രക്ഷൻസൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞത് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലേ? ഫസ്റ്റ് ആക്ടിവിറ്റി എന്തായിരുന്നു? ലിസൺ ആൻഡ് ഡു അല്ലേ? ശ്രദ്ധിച്ച് കേട്ടിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ അല്ലേ? നിങ്ങളെ ക്ലാസ്സിലെ ടീച്ചർ നിങ്ങൾക്ക് കുറേ ഇൻസ്ട്രക്ഷൻസും സ്റ്റോറീസൊക്കെ പറഞ്ഞു തരും. അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ? അത് ഈ പിക്ചറുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? പിക്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അത് ശരിയാണെങ്കിൽ താഴെ തന്നിട്ടുള്ള ആ ബോക്സിൽ ഒന്നാമത്തെ സെൻറ്റൻസ് ടീച്ചർ പറയുന്നത് എന്താണോ അത് ശരിയാണെങ്കിൽ നിങ്ങൾ അതിൽ ടിക്കിടണം, തെറ്റാണെങ്കിൽ തെറ്റിടണം. അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലേ? എക്സാമ്പിളിൽ ഇപ്പോൾ നിങ്ങളോട് പറയാണ് എന്താണ്? എ ക്യാറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ ടേബിൾ അല്ലേ? അത് ശരിയാണോ? ശരിയാണ്. എ ഡോഗ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ മാറ്റ് അത് ശരിയല്ലേ അല്ലേ? ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതെന്ത് ശരിയാണെങ്കിൽ അത് എത്രാമത്തെ സെൻറ്റൻസ് ആയിട്ടാണ് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞത്? ആ കോളത്തിന് നേരെ എന്ത് ചെയ്യണം? ടിക്കിടണം. ഇനി തെറ്റാണ്. എ ബേർഡ് ഈസ് ഫ്ലൈയിങ് എന്ന് പറയുന്ന പിക്ചറിൽ ഇല്ലല്ലോ. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ സെൻറ്റൻസ് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? തെറ്റിടണം. അതായിരുന്നു നിങ്ങളെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. വാട്ട് ഡസ് ദ പപ്പി ആസ്ക് ദ ക്യാറ്റ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ അല്ല, ഇവിടെ പപ്പി ക്യാറ്റിനോട് എന്തോ ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ഡാഷ് മ്യാവ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താവും അപ്പോൾ? ക്യാൻ യു സേ മ്യാവ്? നിനക്ക് കഴിയോ എന്നാണ്. ക്യാറ്റ് അവിടെ പറയുന്നുണ്ട് യെസ് ഐ ക്യാൻ. അപ്പോൾ അവിടെ ഫില്ല് ചെയ്തെടുക്കുന്നത് എന്താണ്? ക്യാൻ യു സേ അല്ലേ? ഇനി തേർഡ് ആക്ടിവിറ്റി എന്തായിരുന്നു? ഡിസ്ക്രിപ്ഷൻ ആണ് അല്ലേ? നല്ല കളറ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചറിൽ ആരാണ്? പാരറ്റാണ് അല്ലേ? ഈ പാരറ്റിന് എന്ത് ചെയ്യണം? ചുണ്ടിന് റെഡ് കളർ കൊടുക്കണം, ലിപ്പ് അല്ലേ? പിന്നെന്താണ്? ഗ്രീൻ കളറ് കൊടുത്തിട്ട് നല്ല മനോഹരമായിട്ട് ആ പിക്ചറിന് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എവിടെയാണ് ഇരിക്കുന്നത്? ഇനി നന്നായിട്ട് നിങ്ങൾ ഈ പിക്ചർ ഒബ്സർവ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് നൗ കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താണത്? ഡാഷ് എ പാരറ്റ്. ദിസ് ഈസ് എ പാരറ്റ്. ഇറ്റ് ഈസ് എ ഡാഷ്. അവിടെ എന്താണ്? പാരറ്റ് എന്താണ്? എ ബേർഡ്, ഒരു പക്ഷിയാണ്. ദ പാരറ്റ് ഹാസ് ടു ഡാഷ്. എന്താണുള്ളത്? രണ്ടെണ്ണം എന്തുണ്ട്? ലെഗ്, കാല്. ഇറ്റ് ഈസ് എ സിറ്റിംഗ് ഡാഷ് ഓൺ എ ട്രീ. ദ പാരറ്റ് ക്യാൻ ഫ്ലൈ. പാരറ്റിന് പറക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ. ഇനി ആക്ടിവിറ്റി 4 എന്തായിരുന്നു? മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് സെൻറ്റൻസ് ആണ്. ഡ്രോ ലൈൻസ് ആൻഡ് മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസ് റിലേറ്റഡ് ടു ദം അല്ല. ഇവിടെ കുറച്ച് പിക്ചേഴ്സും തന്നിട്ടുണ്ട്, കുറച്ച് സെൻറ്റൻസും തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഫ്രോഗ് ഉണ്ട്, ബീ ഉണ്ട്, ഹോക്ക് അല്ലേ? എന്താണ്? കോഴിയുണ്ട്. ഇവിടെ സെൻറ്റൻസും തന്നിട്ടുണ്ട്. എന്താണ്? ഐ സേ കോക്ക്, എ ഡൂഡിൽ ഡൂ, ഐ ക്യാൻ ജംപ്, ഐ ആം ബ്ലാക്ക്. ഇതൊക്കെ നിങ്ങൾ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളാണ് അല്ലേ? നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? ഇനി ഇത് സ്യൂട്ടബിളായിട്ട് കറക്റ്റായിട്ട് നിങ്ങളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഐ ആം എ ഡോഗ്, ഐ ലൈക്ക് ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഡിസോർഡർ ആണ് അല്ലേ? പിക്ചറിൻ്റെ നേരെയുള്ളത് തെറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് ലൈന് വരച്ചിട്ട് ശരിയാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഫസ്റ്റത്തത് ഇതാ അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫ്രോഗ് എന്താണ്? ഐ ക്യാൻ ജംപ്. ബി എന്താണ്? ഐ ലൈക്ക് ഫ്ലവേഴ്സ്. ഹെൻ എന്താണ്? ഐ ആം എന്താണ്? ഐ സേ കോക്ക്, എ ഡൂഡിൽ ഡൂ അല്ലേ? പിന്നെ എലിഫൻ്റ് എന്താണ്? ഐ ആം ബ്ലാക്ക്. പിന്നെ ഡോഗോ? ഐ ആം എ ഡോഗ് അല്ലേ? ഇങ്ങനെ നിങ്ങൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഈ മാർക്കും നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? അടുത്ത ആക്ടിവിറ്റി എന്തായിരുന്നു നിങ്ങൾക്ക്? ആക്ടിവിറ്റി 5 ആഡ് ദ ലൈൻ അല്ലേ? ആഡ് എ ലൈൻ ടു ദ സോങ് അല്ലേ? ഒരു സോങ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡാഷ് ഇട്ട സ്ഥലത്ത് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് സിങ് ആഫ്റ്റർ ഹെർ അല്ലേ? ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക, എന്നിട്ട് പാട്ട് പാടുക. ആഡ് എ ലൈൻ ടു ദ സോങ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റേഴ്സ് ഡാൻസ് അണ്ടർ ദ ട്രീ അല്ലേ? പാരറ്റ് പറയുന്നുണ്ട്, തത്ത പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞതനുസരിച്ചിട്ട്
അടുത്ത ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല ഇവിടെ എലിഫൻ്റ് ഉണ്ട്. ഹായ് ഡിയർ ഫ്രണ്ട് കം വിത്ത് മീ ലെറ്റസ് ഡാഷ്. അവിടെ എന്ത് കൊടുക്കാം? ജംപ് അണ്ടർ ദ ട്രീ അല്ലേ? അപ്പോൾ നിങ്ങൾ ടീച്ചർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണോ അവിടെ ഫില്ല് ചെയ്യാനുള്ളത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ എന്ത് നമുക്ക് കൊടുക്കാം? അവിടെ എന്ത് ഡക്ക് ഉണ്ട് അല്ലേ? ഹായ് ഡിയർ ഫ്രണ്ട്സ് കം വിത്ത് മീ ലെറ്റസ് പ്ലേയിങ് അണ്ടർ ദ ട്രീ അല്ലേ എന്നും കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.